പടയാളികളെ അതിനെ പോയി പിടിക്കേ. ഉത്തരവ് പോലെ മഹാരാജൻ. മോളെ ലൈല, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അച്ഛൻ ഇവിടെ എത്തിയോ? അച്ഛൻ എന്റെ ജീവൻ രക്ഷിച്ചു. ഇല്ല ലൈല, സത്യത്തിൽ നീയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. വിശ്വാസം നഷ്ടപ്പെട്ട എനിക്ക് വീണ്ടും വിശ്വാസം തന്നത് നീയാണ്. നിന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട് മോളെ. എനിക്കും അങ്ങനെ തന്നെയാണ് അച്ഛൻ. രാജാവേ, അവർ നമ്മളെ ആക്രമിക്കാൻ വരുന്നു. അച്ഛൻ അവരോട് ഏറ്റുമുട്ടാൻ കഴിയോ? ഞാൻ ആ പോർട്ടൽ അടയ്ക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വരാം. പറ്റുവാണെങ്കിൽ ആ പോർട്ടൽ സീൽ ചെയ്തിട്ട് വരാം. അങ്ങനെ ചെയ്യുന്നത് ആപത്താണ് മോളെ. നീ അതിന്റെ അടുത്തേക്ക് പോയാൽ തന്നെ അതിനകത്ത് കുടുങ്ങിപ്പോകും. അതിനുശേഷം എനിക്ക് നിന്നെ മുഴുവനായി നഷ്ടപ്പെടും. പക്ഷെ ഇപ്പൊ ആകെയുള്ളൊരു വഴി അതാണ്. ഞാൻ ശ്രമിച്ചു നോക്കാം. വേണ്ട മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. അവരെ യുദ്ധം ചെയ്ത് തടയാൻ നോക്കാം. ആൻഡ്രോസ് ഇതുവരെ തോറ്റ ചരിത്രമില്ല. പോകാനാണ് താല്പര്യമെങ്കിൽ നിന്റെ ഇഷ്ടം. പക്ഷെ അതിനു മുമ്പ് വാൾട്ടറുടെ ശക്തിയിൽ നിന്ന് ഇവരെ മോചിപ്പിച്ചിട്ട് പൊക്കോ. എന്റെ ഫെയർ വിചാരിച്ചാൽ അത് നടക്കുമെന്ന് തോന്നുന്നു അച്ഛാ. നല്ലത്. അപ്പൊ നീ പറഞ്ഞ ജോലി ഞാനും ചെയ്യാം. പടയാളികളെ, രാജകുമാരിക്ക് മാജിക് ചെയ്യാൻ കുറച്ചിടം നൽകൂ. ആൻഡ്രോസിന്റെ നന്മയ്ക്ക് വേണ്ടി. വാൾട്ടറിന്റെ മന്ത്രം നശിപ്പിച്ചിരിക്കുന്നു. നിന്റെ മാജിക് ഫലിച്ചു. ബാക്കിയെല്ലാം ഞാനും പടയാളികളും ഏറ്റു. ഇവരെ ഞാൻ നിന്റെ ഉത്തരവാദിത്വത്തിൽ വിടുകയാണ്.